നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ അടിമുടി ദുരൂഹതയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. 2020 ഫെബ്രുവരിയിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റിപ്പണി നടത്താമെന്ന് വാഗ്ദാനം ചെയ്ത് ദേവസ്വം ബോർഡിന് ഉണ്ണികൃഷ്ണൻ കത്ത് നൽകിയ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വർണ്ണപ്പാളി സ്ഥാപിച്ച് 3 മാസം മാത്രം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ദുരൂഹമായ നീക്കങ്ങൾ. കേരളത്തിന് പുറത്തുള്ള ധനികരായ അയ്യപ്പ ഭക്തരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതായി വിജിലൻസിന് വിവരം ലഭിച്ചു. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ബംഗളൂരുവിലേക്കും വ്യാപിപ്പിച്ചേക്കും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേർന്നുണ്ട്. ഡാൻ, ഈ ദുരൂഹ ഇടപെടലുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്ക് മുറുകുകയാണോ? എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. പക്ഷേ 2020 സമാനമായ തരത്തിൽ ഈ ദ്വാരപാലക ശില്പം അവിടെ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൈമാറണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ദിവസം നേരിട്ട് ഹാജരായി ചോദ്യം ചെയ്യലിൽ ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം കൂടി ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് മാറ്റി ബംഗളൂരുവിലേക്ക് എത്തിച്ചത് അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നത് മാത്രമാണ് വ്യക്തമാകാനുള്ളത്. മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ വിവാദം കൂടിയായി മാറുന്ന സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇയാളൊരു ബെനാമിയാണ്. ആ ബെനാമി ആർക്ക് ബെനാമിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് 2020 ഈ ശില്പത്തിന് വേണ്ടത്ര ഒരു തിളക്കമില്ല, അതിന് മങ്ങലേറ്റിരിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ദേവസ്വം ബോർഡ് ഈ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. 2020 ഫെബ്രുവരി മാസത്തിലാണ് ആദ്യം ഇങ്ങനെ കത്ത് നൽകുന്നത്. പക്ഷേ അന്ന് അത് നിരാകരിച്ചതിന് പിന്നാലെ 3 മാസത്തിന് ശേഷം വീണ്ടും സമാനമായ രീതിയിൽ കത്ത് നൽകുന്നു. അതിനുശേഷമാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ആദ്യം സഹായിയായ വാസുദേവന്റെ കൈവശം ഇത് ഏൽപ്പിക്കുന്നു. പിന്നീട് ഹൈക്കോടതി ഈ വിഷയത്തിൽ ദ്വാരപാലക ശില്പം കാണാനില്ല, എവിടെയെന്ന ചോദ്യം ഉന്നയിക്കുകയും അത് വലിയ തരത്തിൽ വാർത്തയാകുകയും ചെയ്തതിന് പിന്നാലെയാണ് വാസുദേവൻ ഇത് കൈമാറുന്നത്, തിരികെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത്. അതിനുശേഷമാണ് വെഞ്ഞാറമൂടുള്ള സഹോദരന്റെ വീട്ടിലേക്ക് കഴിഞ്ഞയാഴ്ച ഇത് കൊണ്ടുചെന്ന് എത്തിക്കുകയും അവിടെ നിന്ന് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇത് കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെയെങ്കിൽ എന്തായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം? ഇതിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തരായിട്ടുള്ള കോടീശ്വരന്മാരായ വിശ്വാസികൾ അടക്കം എല്ലാ വർഷവും ശബരിമലയിൽ എത്താറുണ്ട്. അങ്ങനെയുള്ളവരെ സ്വാധീനിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള നീക്കം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശദമായി വിജിലൻസ് പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? കാരണം മറ്റ് സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്നും വ്യാപകമായ രീതിയിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പണം പിരിച്ചുവെന്നാണല്ലോ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇത് ആരിൽ നിന്നാണ് പണം ലഭിച്ചതെന്ന്, പണം പിരിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിന് അന്വേഷണം അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അത് സ്വാഭാവികമായിട്ട് അങ്ങനെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും. കാരണം ബംഗളൂരുവിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബംഗളൂരു കേന്ദ്രീകരിച്ചു കൂടി അതിൻ്റെ അന്വേഷണം വരും. പക്ഷേ ആരുടെ കയ്യിൽ നിന്നാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കും. അങ്ങനെ ഈ ഒരു കാരണം ദ്വാരപാലക ശില്പത്തിൻ്റെ പേരിലല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അയ്യപ്പ ഭക്തരുടെ കൈവശത്ത് നിന്ന് ഇങ്ങനെ പണം കൈപ്പറ്റിയിട്ടുണ്ടോ, ഇയാളിങ്ങനെ സാമ്പത്തികമായി എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം കടക്കും. അപ്പോൾ അതിലൊരു വ്യക്തത കൈവരുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. എന്തായാലും അടുത്ത ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് നേരിട്ട് ഹാജരായി ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കുന്നതിന് വേണ്ടി, അവ്യക്തതകൾ നീക്കുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. തീർച്ചയായും. അതോടൊപ്പം ഞാൻ അറിയേണ്ടത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാം. അതാരൊക്കെയാണ്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കണം. മാത്രമല്ല, ഈ പറ്റിച്ചെടുത്ത അതല്ലെങ്കിൽ തട്ടിയെടുത്ത പണം, ഇങ്ങനെ വ്യാപകമായി പിരിച്ചെടുത്ത പണം ഇയാൾ എന്തു ചെയ്തു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണ്ട. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ? അതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രാഥമികമായ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇയാളുടെ സാമ്പത്തിക പശ്ചാത്തലം,
സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീളുകയുള്ളൂ. നിലവിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് ദ്വാരപാലക ശില്പം കാണാതായതിന് എന്ന് പറഞ്ഞ് പരാതിപ്പെടുകയും എന്നാൽ അതേ ദ്വാരപാലക ശില്പം സ്വന്തം സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുചെന്ന് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തതിന് പിന്നിലെ ദുരൂഹത എന്താണ്, അതിലൊരു അവ്യക്തതയുണ്ട്. അത് നീക്കുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം മന്ത്രി അടക്കം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിന് പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ എടുത്തുകൊണ്ടുപോയ ആൾ തന്നെ അത് കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ്. സ്വാഭാവികമായി ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് ഇയാളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അതിൽ വ്യക്തത കൈവരികയുള്ളൂ. തീർച്ചയായും അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥർക്ക്, ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പില്, ഈ വ്യാപകമായിട്ടുള്ള ഈ പണപ്പിരിവില് പങ്കുണ്ടെന്ന് സംശയിക്കണോ ഡാൻ? അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ശില്പം അവിടെ നിന്ന് അനായാസനെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും സംശയം ഉളവാക്കുന്ന ചോദ്യം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് കൊണ്ടുപോയതിനു ശേഷം തിരികെ എത്തിക്കാൻ വൈകിയത് പോലും ആരും ശ്രദ്ധിക്കാതിരുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറൊക്കെ ഉള്ളതാണ്. അപ്പോൾ കൃത്യമായി ശബരിമലയിലെ ഓരോ വസ്തുക്കളെക്കുറിച്ചും കൃത്യമായ കണക്കുകൾ അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ എന്തെങ്കിലും കുറവ് വരികയോ എന്തെങ്കിലും കൂടുതൽ വരികയോ ചെയ്താൽ അതെല്ലാം കൃത്യമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണമൊക്കെ കൃത്യമായി നടക്കുന്നതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ദ്വാരപാലക ശില്പം കാണാതായി ഇത്രയധികം നാളുകൾക്ക് ശേഷവും അത് പുറത്തറിയാതിരുന്നത് എന്തുകൊണ്ടാണ്? കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അത് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച പശ്ചാത്തലം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണ്ടിവരും. അതിന്റെ പ്രാഥമിക നടപടി അതാണ് ഡാൻ. കാരണം ഇവിടെ കോടതിയുടെ ഇടപെടൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ വ്യാപകമായിട്ടുള്ള തട്ടിപ്പൊരിക്കലും പുറത്തു വരില്ലായിരുന്നു. എന്ന് മുതലാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ലഭ്യമായോ? ഒരു സൂചനകളും അങ്ങനെ ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതൊക്കെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാകുകയുള്ളൂ. നിലവിൽ 2020 ഇയാൾ ഇങ്ങനെ കത്ത് നൽകിയിരുന്നു ദേവസ്വം ബോർഡിന്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം അതിന് അനുമതി നിഷേധിക്കുകയും പിന്നീട് വീണ്ടും കത്ത് നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദ്വാരപാലക ശില്പം ഇയാൾക്ക് കൈമാറുന്നത്. അത് മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് അറ്റകുറ്റപ്പണികൾ നടത്തി തിരികെ ഏൽപ്പിക്കുന്നതിനാണ് കൈമാറിയത്. പക്ഷേ അതവിടെ തിരികെ ഏൽപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അതിൻ്റെ കാരണം എന്താണ്? ബോധപൂർവമായി ഈ അനാസ്ഥയ്ക്ക് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം വേണ്ടിവരിക. അതിൻ്റെ ആദ്യ പടി എന്നോണമാണ് അടുത്ത ദിവസം ഇയാൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ പോകുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണപ്പീഡ വിവാദവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഈ കേസിൽ, ഈ തട്ടിപ്പിൽ, ഈ വ്യാപകമായിട്ടുള്ള പണപ്പിരിവിൽ വിജിലൻസ് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ഇടപെടലുകളുടെ, ദുരൂഹമായ ഇടപെടലുകളുടെ ഓരോ തെളിവുകളും പുറത്തു വരുന്നുണ്ട്. അതേക്കുറിച്ചാണ് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയ കൂത്തുപറമ്പ് MLA KP മോഹനന് നേരെ കയ്യേറ്റം. കണ്ണൂർ കരിയാട് വെച്ചാണ് സംഭവം. പ്രദേശത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുകയായിരുന്ന നാട്ടുകാർ ചേർന്നാണ് MLA കയ്യേറ്റം ചെയ്തത്. കരിയാട്ടെ അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിന് വരുന്നതിനിടെയാണ് പ്രദേശത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുകയായിരുന്ന നാട്ടുകാർ MLA തടഞ്ഞു. തുടർന്ന് ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകാൻ ഒരുങ്ങിയ MLA പ്രതിഷേധക്കാർ പിടിച്ചു തള്ളുകയും ഷർട്ടിൽ പിടിച്ച് വലിക്കുകയുമായിരുന്നു. നിങ്ങൾക്ക് പറയേണ്ടത് ഇവിടെ വന്ന് പറഞ്ഞു.
അതിനൊന്നും കിട്ടിയില്ല മോനെ, എന്നെ കിട്ടൂല. വേണ്ടത് പേരല്ല, ഞങ്ങൾക്ക് വേണ്ടത് ശുദ്ധജലം. ആരിത് പറയുന്നറിയാമോ? ആരിത് പറയുന്നറിയാമോ? ആരിത് പറയുന്നറിയാമോ? ആരിത് പറയുന്നറിയാമോ? പരിസരവാസികൾ പറയുന്നു, പരിസരവാസികൾ പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു. സുമേഷ് മോറാഴ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങളുമായി. സുമേഷ്, ഒരു അസാധാരണമായ സംഭവം, അത് ഒരു ജനപ്രതിനിധിക്ക് നേരെ, MLA-ക്ക് നേരെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കയ്യേറ്റം ഉണ്ടാകുന്നത്. പ്രതിഷേധിക്കാം, കാരണം അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇങ്ങനെ കയ്യേറ്റം ചെയ്യേണ്ട ഒരു സാഹചര്യം എന്താണ് ഉണ്ടായത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആരുടെ ഭാഗത്തു നിന്നാണ് തുടക്കത്തിൽ ഒരു പ്രകോപനം ഉണ്ടായത്? സുമേഷ്. ടോം, 5 വർഷം മുന്നേ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ടണൽ എന്ന് പറയുന്ന ഡയാലിസിസ് സെന്ററിന്റെ കീഴിൽ, ടണൽ എന്നുള്ള സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഡയാലിസിസ് സെന്റർ. ഇവിടെ ഒരു മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നാട്ടുകാർ, ഈ KP മോഹൻ MLA-ക്ക് നേരെ ഇത്തരം ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഭാഗം എന്ന് പറയുന്നത്, അവർ പറയുന്ന വേഷം എന്ന് പറയുന്നത്, അതായത് 5 വർഷം മുന്നേ KP മോഹൻ, സ്ഥലം MLA ആയിട്ടുള്ള കൂത്തുപറമ്പ് MLA ആയിട്ടുള്ള KP മോഹനെ ഇത്തരം ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MLA വേണ്ട വിധത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പ്രതിഷേധം. അതായത് ഈ 5 വർഷം മുന്നേ അവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം, ഈ സ്ഥാപനത്തിന്റെ മാലിന്യം തൊട്ടടുത്തുള്ള ഈ വീടുകളിലേക്ക്, കിണറുകളിലേക്ക് അതിന്റെ മാലിന്യങ്ങൾ വരുന്നു. ഈ മാലിന്യങ്ങൾ ഈ സാധാരണ മറ്റുള്ള രോഗങ്ങൾ വരുന്നു. ഈ രോഗവുമായി ബന്ധപ്പെട്ട് കുറെ തവണകളായി MLA-യുടെ ശ്രദ്ധപ്പെടുത്തുന്നു. ഈ MLA എന്നാൽ ഇതിന് വേണ്ട വിധത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് ഇവരുടെ പ്രതിഷേധം. ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഇതൊരു സാധാരണ ഒരു MLA എന്ന രീതിയിൽ ഒരു ഉദ്ഘാടനത്തിന് അവിടെ എത്തുന്നു. ഈ ഉദ്ഘാടനത്തിന് നമുക്കറിയാം, സാധാരണ എല്ലാ ഒരു പ്രദേശത്തുള്ള എല്ലാ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം എത്തുമ്പോൾ മറ്റു മുൻകരുതലൊന്നും സാധാരണ ചെയ്യാറില്ല. അങ്ങനെയാണ് ഈ MLA അവിടെ വരുന്നത്. ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനമായിരുന്നു. ഈ ഉദ്ഘാടനത്തിന് എത്തുമ്പോഴേക്കും ആ സമയത്താണ് ഇത്തരം പ്രതിഷേധക്കാർ, ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധക്കാർ ഇദ്ദേഹത്തെ നേരെ എത്തുകയും കയ്യേറ്റ ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, അത്തരം കയ്യാങ്കളിയിലേക്ക് വരികയും ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ ഒരു പ്രായോഗികമായ പ്രശ്നം എന്ന് പറയുന്നത് 5 വർഷം മുന്നേ അവിടെ വരുന്ന ഒരു സ്ഥാപനം, എത്തിയ സ്ഥാപനം, അതിനുശേഷം വന്ന വീടുകളിലേക്കാണ്. അതായത് നമുക്കറിയാം, സാധാരണ ഇത്തരം ഒരു സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ കൃത്യമായി അതിനുശേഷം നമ്മൾ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം, സാധാരണ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആയി കഴിഞ്ഞാലും പാലിക്കേണ്ട ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതുമായി ഒത്ര ഒരു പ്രശ്നങ്ങളൊന്നും സാധാരണ ഈ വീട്ടുകാർ, അതായത് ഈ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട അതിന് ചുറ്റുമുള്ള പ്രദേശവാസികൾ, അതായത് നാട്ടുകാർ ഇത് പാലിക്കാതെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ വീട് ഉൾപ്പെടെ കാര്യങ്ങൾ അവിടെ വരുന്നു. അവിടേക്ക് വരുന്ന അതുമായി ബന്ധപ്പെട്ട കിണറുകൾ വരുന്നു. ഈ കിണറിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ വരുന്നു എന്നാണ് ഇവരുടെ പ്രശ്നം. എന്നാൽ ഇവർ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട വരവുകൾ പറയുന്നത് ഇവരുടെ ഈ വീടുകൾ സ്ഥാപിക്കുന്നതിന് മുൻപേ ഇവരുടെ ശ്രദ്ധയിലേക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധാരണ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് ഇവരോട് പറയുകയും എന്നാൽ അവർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട, ടണലുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളിപ്പോൾ സംസാരിച്ചപ്പോൾ പറയുന്നത്. എന്നാൽ ഈ MLA എന്ന നിലയിൽ അതിന് വേണ്ട വിധത്തിൽ ഇടപെടൽ നടത്തുന്നില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? അതിനൊരു പരിഹാരമാണ് കാണുന്നത്. ആ പരിഹാരം കാണുന്നതിന് വേണ്ടി സ്ഥലം MLA ആണ്. ഈ സ്ഥലം MLA വേണ്ട വിധത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അങ്ങനെയാണ് ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് ഈ നാട്ടുകാർ ഈ MLA-ക്ക് നേരെ വന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു അസ്വാഭാവികമായ ഒരു രീതിയാണ്. സാധാരണ MLA-ക്ക് നേരെ എന്താണ് MLA എന്നുള്ള പ്രോട്ടോകോൾ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് സാധാരണ വരാറില്ല. അതാണ് പ്രത്യേകിച്ചും ഈ കണ്ണൂരിന്റെ ഒരു സ്വഭാവം, രാഷ്ട്രീയ സ്വഭാവം തന്നെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, പല രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും വേദിയായിട്ടുള്ള നാട് കൂടിയാണ് ഇവിടെ. പക്ഷേ ഇവിടെ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിന് 1 വർഷത്തോളമായി ഈ സമരസമിതി പ്രതിഷേധ രംഗത്തുണ്ട്. എന്താണ് ഈ ഒരു പെട്ടെന്നുള്ള ഈ രീതിയിലാണ് MLA കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതുകൊണ്ട് നടന്ന പെട്ടെന്നുള്ളൊരു പ്രതിഷേധമായി ഇതിനെ കണ്ടാൽ മതി? അതോ ഒരു രാഷ്ട്രീയ പ്രതിഷേധം ഇതിന് പിന്നിൽ, ഏതെങ്കിലും രാഷ്ട്രീയ നിറം ഈ പ്രതിഷേധത്തിന് പിന്നിലുണ്ടോ?
സുമേഷ്? ടോം, അത്തരമൊരു രാഷ്ട്രീയ നിറം നമുക്ക് ഇതിന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതായത് ഇതൊരു നാട്ടുകാർ എന്ന നിലയിൽ ഒരു പ്രതിഷേധം മാത്രമാണ്. അതുകൊണ്ട് അതിനൊരു രാഷ്ട്രീയ നിറം നമുക്കത് പറയാൻ വേണ്ടി സാധിക്കില്ല. അവരുടെ പ്രയാസം മാത്രമാണ് ഇവിടെ MLA ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുക. സ്വാഭാവികമായിട്ട് MLA എന്ന നിലയിൽ അതിനൊരു പരിഹാരം കാണുക എന്നുള്ളത്, അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്വാഭാവികമായിട്ട് ജനപ്രതിനിധി നിലയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കേണ്ടത്. അപ്പൊ എന്നാൽ അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രയാസം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇതിന് എന്താണ് അതിന്റെ ഒരു സ്വാഭാവികമായിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ പോലും അതിലൊരു സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു സ്ഥാപനം ഇതൊരു സൗജന്യമായി സാധാരണയായ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. തണൽ എന്ന് പറയുന്ന സ്ഥാപനം എത്രയോ ശാഖകളുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ഡയാലിസിസ് സെന്ററാണ്. അവരുടെ വരുന്ന ചെലവുകൾ ഉൾപ്പെടെ വഹിക്കുന്നത് ഈ തണൽ എന്ന് പറയുന്ന ഈ സംഘടന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അത് അവിടുന്ന് പൂട്ടിപ്പോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റുക എന്നുള്ളത് സ്വാഭാവികമായി നാട്ടുകാർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഈ രോഗികൾ എന്ന നിലയിൽ അവരോട് ചെയ്യുന്ന ഒരു ബാധകമായിട്ടാണ് ഇവർ പറയുന്നത്. എന്നാൽ ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അവിടെ അത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ട ആള് എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ MLA ആണ്. ആ MLA വേണ്ട വിധത്തിൽ നമ്മുടെ പരാതികൾ കേൾക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം ഉദ്ഘാടന പരിപാടികൾ അദ്ദേഹം വരുന്നു, അംഗനവാടികൾ ഉൾപ്പെടെ ഉദ്ഘാടനത്തിൽ വരുന്നു, വായനശാലകൾ പോലുള്ള ഉദ്ഘാടനങ്ങൾക്ക് വരുന്നു. അതിന് വരുന്നതിന് MLAക്ക് യാതൊരു പ്രയാസമില്ല. എന്നാൽ ഇത് എന്തുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പ്രദേശവാസികളുടെ പരാതി എന്ന നിലയിൽ ഒരു പരാതി. ആ പരാതി സ്വാഭാവികമായി നമുക്കറിയാം ഒരു സാധാരണ നമുക്ക് ഇതിന് വേറെ അവരുടെ ശബ്ദം നിലയിൽ സ്വാഭാവികമായിട്ട് പ്രദേശവാസികളായ നേതാവ് നമുക്ക് തദ്ദേശ സ്വയംഭരണ ഇതുമായി ബന്ധപ്പെട്ട വാർഡ് മെമ്പറോട് പറയാം, അല്ലെങ്കിൽ ഈ പ്രദേശവാസികൾക്ക് അത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു ആശങ്കയുണ്ടെങ്കിൽ അവർക്ക് പ്രതിഷേധിക്കാം. പക്ഷെ ഇവിടെ സുമേഷ്, ഭരണകക്ഷിയിലൊരു MLAക്ക് നേരെയാണ് ഈ കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരാണ്. നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ, അതോ നിലവിൽ ഈ പ്രതിഷേധം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? സമരം എന്ന രീതിയിൽ അവർ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അതായത് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സമരമാണ്. എന്നാൽ ഇത്തരം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ MLAക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിന്റെ ഭാഗമായി അത്തരം ഒരു നിയമപരമായി, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അത്തരം ഒരു നടപടിക്രമങ്ങളിലേക്ക് ഇപ്പൊ നിലവിൽ പോലീസ് കടന്നിട്ടില്ല. പോലീസ് പറയുന്നത് അത്തരം ഒരു പരാതി നിലവിൽ ലഭിച്ചിട്ടില്ല. ഈ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലൊരു പൊളിറ്റിക്കൽ വേർഷൻ ഇതിലില്ല. അതായത് എല്ലാ പ്രദേശവാസികളാണ്, അവിടെ എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ന്റെ, കോൺഗ്രസിന്റെ, BJP അങ്ങനെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഒരാളുകൾ അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾ പറയുന്നത്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം അവിടെ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത്തരം പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികളായ ആളുകൾ പറയുന്നത്. വ്യക്തമാണ്. സുമേഷ് മോറാഴയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി സ്പോട്ട് ലൈവ് കിടക്കുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തിച്ച നിലയിൽ പ്ലാവൂർ പാപ്പന സ്വദേശി ശരത്തിന്റെ ബൈക്കാണ് കത്തിച്ചത്. പുലർച്ചെ 2:30യോടെയാണ് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. തീപിടുത്തത്തിൽ വീടിന്റെ ജനാല ചില്ലുകളും തകർന്നു. കാട്ടാക്കട പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, പുലർച്ചെ നടന്ന തീപിടുത്തമാണ്. ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിൽ ആ വീടിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികത ആസൂത്രിതമായ ഒരു ആക്രമണമായി തന്നെ കരുതണം. എന്താണ് അങ്ങനെ ഈ ബൈക്കിൻ്റെ ഉടമ ഈ ശരത്തിന് ഏതെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാർക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ? ഇത് ആരെയാണ് സംശയിക്കേണ്ടത്?
കാരണം ഇനിയും വ്യക്തമാകാനുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാട്ടാക്കട പ്ലാവൂർ സ്വദേശിയായ ശരത്തിന്റെ ബൈക്കാണ് കത്തിയത്. വീടിന് സമീപത്ത് നിർത്തിയിരിക്കുകയായിരുന്ന ബൈക്ക് 3 മാസം മുമ്പാണ് ഫിനാൻസിൽ ഇദ്ദേഹം വാങ്ങിയത്. വീടിന് സമീപത്ത് വച്ചിരുന്നു. വാങ്ങിയ സമയം മുതൽ തന്നെ ഈ പറയുന്ന ബൈക്കിന് ചില കേടുപാടുകളും ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായും ശരത്ത് പറയുന്നുണ്ട്. അത് കമ്പനിക്കാരെയും അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ ഈ വാഹനം അങ്ങ് കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തീ ആളിക്കത്തുന്ന ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ശരത്തും വീട്ടുകാരും നോക്കുന്നത്. വീടിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ നശിച്ച ഒരു അവസ്ഥയായിരുന്നു കാണാൻ കഴിഞ്ഞത്. എന്താണ് കാരണമെന്നുള്ളത് ഇനി വ്യക്തമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും കാട്ടാക്കട പോലീസ് ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. തുടർന്ന് പോലീസ് ഇപ്പോൾ അന്വേഷണത്തിലാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും ഇതിനെ നശിപ്പിച്ചതാണോ അല്ലെങ്കിൽ മറ്റു തകരാറാണോ എന്താണെന്നുള്ളത് ഇനിയും വ്യക്തമായില്ല. തീർച്ചയായും ഈ ബൈക്ക് കത്തിക്കുക മാത്രമായിരുന്നോ ഈ അക്രമിയുടെ ലക്ഷ്യം, അതോ വീടിന് നേരെ തീ കൊളുത്തുക, വീട്ടുകാരെ ആക്രമിക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ? നമുക്കത് ഈ പറയുന്ന ഒരു ആക്രമണ സ്വഭാവവും നമുക്കിപ്പോൾ വ്യക്തമായിട്ടില്ല. കാരണം ഇത് ഈ വാഹനത്തിന്റെ തകരാറാണോ ഈ തീപിടുത്തത്തിന് കാരണമെന്നും സംശയിക്കുന്നുണ്ട്. അതേസമയം ഈ പറയുന്ന ശരത്തിന് മറ്റ് ആൾക്കാരുമായി അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയല്ല. അവിടെ ഒരു പ്രദേശത്തൊക്കെ സമ്മതനായ ഒരു സാധാരണക്കാരനായ ഒരു യുവാവാണ്. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതായി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇത് കാരണം എന്തായാലും ദുരൂഹതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം വീട്ടിൽ ഒതുക്കിയിട്ടിരുന്ന ഒരു വാഹനം അത് രാത്രി കത്തുന്നു. പുലർച്ചെ ആയിരുന്നു കത്തുന്നത്. ഈ വാഹനം കത്തുന്ന ആ ചൂടിൽ അല്ലെങ്കിൽ ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉൾപ്പെടെ ഉണരുന്നത്. തുടർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായും അഗ്നിക്കിരയാകുന്ന ഒരു അവസ്ഥയായി അതിലേക്ക് എത്തുന്നു. ഫിനാൻസ് മുടങ്ങാതെ അടച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 മാസം കൊണ്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ്. എന്തായാലും വളരെ ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ് ശരത്തിന് സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കണ്ണൂർ ചെറുകുന്നിൽ BJP നേതാവിന്റെ വീടിന് നേരെ ബോംബേർ. BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജുവിന്റെ വീടിന് നേരെയാണ് ബോംബേർ ഉണ്ടായത്. പുലർച്ചെ 2:30 സംഭവം. CPM പ്രവർത്തകരാണ് ബോംബെറിഞ്ഞതെന്ന് BJP ആരോപിക്കുന്നു. ബോംബേറിൽ ബിജുവിന്റെ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ ശബ്ദം കേട്ടുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. പോലീസും ബോംബ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിശദാംശങ്ങളുമായി സുമേഷ് മോറാഴ കണ്ണൂരിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. സുമേഷ്, ഈ കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ഒരു ഫ്ലെക്സ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് BJP CPM പ്രവർത്തകർ തമ്മിൽ തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് നടന്ന ആക്രമണം ബോംബേറെന്നാണോ കരുതേണ്ടത്? ടോം, അത്തരമൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് എന്താ പറയാ, അതായത് നിലവിൽ അതൊരു സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമല്ല ഈ കണ്ണപുരം എന്ന് പറയുന്ന സ്ഥലം. അതായത് വർഷങ്ങൾക്ക് മുന്നേ CPM പ്രവർത്തകനായിട്ടുള്ള റിജിത്ത് കൊല ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു സമാധാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് സാധാരണ ജനങ്ങൾ കണ്ടിരുന്നത്. എന്നാൽ അടുത്ത കാലങ്ങളായി അതായത് കൊടിമരം നശിപ്പിക്കുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ CPM-ന്റെ ആയിക്കോട്ടെ BJP-ന്റേതായിക്കോട്ടെ അത്തരം പ്രശ്നങ്ങൾ അടുത്ത കാലങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കണ്ണപുരം ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ അത്തരം ഒരു സംഘർഷം, അതായത് ഒരു സംഘർഷ രീതിയിലേക്ക് പോകാത്ത ഒരു പ്രദേശമാണ് ഈ കണ്ണപുരം എന്ന് പറയുന്ന പ്രദേശം. എന്നാൽ ഇന്ന് പുലർച്ചെ 2:30 ഈ BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിജുവിന്റെ വീട്ടിന് നേരെ ഇത്തരം ഒരു ആക്രമണം നടക്കുന്നത്. ഈ വീട്ടിന് നേരെ നടക്കുന്ന ആക്രമണം നടക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ബിജു ഉൾപ്പെടെ 3 പേർ, അതായത് അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ആരാണ് ഇതിൽ ആക്രമണം നടത്തിയെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ നിലവിൽ ഈ സമയം വരെ അതായത് പോലീസ് ഇത്തരമായി വ്യക്തമാക്കിയിട്ടില്ല. 3 തവണ ബോംബ് എറിഞ്ഞു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടിന് നേരെ വീട്ടിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. 3 തവണ ബോംബ് എറിയുകയും തുടർന്ന് ബൈക്കിൽ രക്ഷപ്പെട്ടു എന്നാണ് വീട്ടുകാർ ഉണർന്നപ്പോൾ, അതായത് ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോൾ കാണുന്നത്. ഇപ്പോൾ കണ്ണപുരം പോലീസ് സ്റ്റേഷൻ അടുത്താണ് ഈ വീട് എന്ന് പറയുന്നത്. അതായത് ചേർന്നുള്ള ഒരു പ്രദേശമാണ്, വീടാണ് ഈ വീട്. അപ്പോൾ തന്നെ പോലീസ് എത്തുകയും
ആവശ്യമായ പരിശോധന ഒക്കെ ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. തുടർന്ന് കണ്ണൂരിൽ നിന്ന് ബോംബ് സ്ക്വാഡ് എത്തി. തുടർന്ന് അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗം എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രദേശത്ത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പൊ പോലീസ് പരിശോധിക്കുകയാണ്. ആരാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്തുന്ന കാര്യത്തിൽ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധന അന്വേഷണം ഉൾപ്പെടെ ഇപ്പൊ കണ്ണപുരം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. ഏതായാലും CPM BJP സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമായി നമുക്ക് സുമേഷ്, കുറെ നാളുകളായി കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷമുണ്ട്. പക്ഷേ ഇത്തരമൊരു ബോംബർ ഉണ്ടായ പശ്ചാത്തലത്തിൽ നിലവിലൊരു സാഹചര്യം എങ്ങനെയാണ്? വീണ്ടും അക്രമ സംഭവങ്ങൾക്കുള്ളൊരു സാധ്യതയുണ്ടോ? പോലീസ് എത്രത്തോളം ജാഗ്രതയിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായും ടോം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റിജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നാളെയാണ് അതിന്റെ ഒരു അനുസ്മരണ പരിപാടികൾ ഉൾപ്പെടെ CPM ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് തൊട്ടടുത്താണ്, അതായത് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ അടുത്താണ് ഈ റിജിത്ത് എന്ന് പറയുന്ന ഈ CPMന്റെ പ്രാദേശിക നേതാവിനെ കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട അനുസ്മരണ പരിപാടികൾ നടക്കേണ്ട ദിവസമാണ് നാളെ. അതുകൊണ്ട് തന്നെ അത് പോലീസ് പൂർണ്ണമായും നല്ല ജാഗ്രതയിലാണ്. എന്നാൽ ആരാണ് ഇതിന്റെ പിറകിൽ എന്നുള്ള കാര്യത്തിൽ ഇതൊരു ആസൂത്രണമായുള്ള ആക്രമണമാണോ അല്ലെങ്കിൽ അതായത് പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മറ്റ് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും നാളെ ഈ ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത പോലീസിന്റെ ജാഗ്രതയിൽ നിൽക്കേണ്ട ഒരു പ്രദേശമാണ്. CPM ഏറ്റവും മെജോറിറ്റിയുള്ള സ്ഥലമാണ് കണ്ണപുരം എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ഒരു എല്ലാ സാധ്യതയും കണ്ണപുരം എന്ന് പറയുന്ന CPM നേതാക്കൾ, അവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ CPM നേതാക്കൾ ഉൾപ്പെടെ ശ്രദ്ധിക്കും. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് CPM ആണ് ഇതിന് അക്രമം നടത്തിയത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആരോപണമാണ് ഇപ്പൊ BJP ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP അവിടുത്തെ CPMനെ സംബന്ധിച്ചിടത്തോളം അതിൽ BJP ആണ് എന്ന് പറയുമ്പോൾ പോലും BJP CPMന്റെ ഒരു സംഘർഷം എന്ന നിലയിലേക്ക് പോകുമ്പോൾ പോലും CPMനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട ഒരു പ്രദേശമല്ല. എന്നാൽ BJP പറയുന്ന ഒരു വേർഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും CPM നമ്മുടെ ആ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കാലങ്ങളായി നടത്തുന്നു. BJPയുടെ പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ വേണ്ടി അവർ വിടുന്നില്ല, സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു CPMന്റെ ഭാഗത്തുനിന്നുണ്ടായ എത്രയോ കാലങ്ങളായിട്ട് അതായത് പ്രകോപനങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കണ്ണപുരം എന്ന പ്രദേശത്തെ സംബന്ധിച്ചുള്ള CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരു ജാഗ്രത നാളെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഏതായാലും പോലീസും അത്തരം ഒരു ജാഗ്രതത്തിനാണുള്ളത്. നാളെ പോലീസിന് വ്യക്തമാണ്. കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴിയാണ് വിവരങ്ങൾ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് വീണ്ടും കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായ ഇടപെടൽ തന്നെ നടത്തണം. ഇതിപ്പോൾ ബോംബെറിഞ്ഞു, അവിടെ ആരാണ് ഈ അക്രമം നടത്തിയത്? അക്രമികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസ് ശ്രമിക്കണം. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻ ജോർജ് CPM വേദിയിൽ. KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് പറവൂരിൽ സംഘടിപ്പിച്ച പെൺപ്രതിരോധ സംഗമത്തിലാണ് റിനി പങ്കെടുത്തത്. താനും വലിയ തോതിൽ സൈബർ ആക്രമണം നേരിട്ടതായും പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് യുവനേതാവിന്റെ പേര് പറയാതിരുന്നെന്നും റിനി പറഞ്ഞു. ചടങ്ങിൽ KJ ഷൈൻ റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്തു. പക്ഷെ ഞാൻ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണ്. ഞാൻ മറ്റു പാർട്ടികളുമായി ചേർന്ന് CPMുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി അവരെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുപോലുമുള്ള ഇല്ലാത്ത ആരോപണങ്ങൾ. ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം വീണ്ടും ഇത് വെച്ച് അവരിനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായൊരു ഭയമുണ്ട്. എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത്, അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതിയതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. എൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ നേരിടുമ്പോൾ കൂടുതൽ തീവ്രമായ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അവർക്ക് ഈ പൊതുസമൂഹത്തോട് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ?
ഇത്തരം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ അവരെ ഏതെല്ലാം വിധത്തിൽ ഭീഷണിപ്പെടുത്തും, ഏതെല്ലാം വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും, അവരെ കൊല്ലാൻ പോലും ശ്രമിക്കുമോ എന്ന ഭയമാണ്. പല പെൺകുട്ടികളും ഇതുമായി ബന്ധപ്പെട്ടും പല രീതിയിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ കണ്ണീര് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്തു. പലരും വിളിച്ചിട്ട് നിർത്താതെ കരയുകയാണ്, അവർ അനുഭവിച്ച വേദനകൾ പങ്കുവെക്കുകയാണ്. പക്ഷെ അവരോട് ഞാൻ പറയുമ്പോൾ പുറത്തിറങ്ങി നിങ്ങൾ പറയൂ, പരാതി കൊടുക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയമാണ്. എന്റെ പ്രസ്ഥാനം എന്റെ കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് പെണ്ണുങ്ങൾക്ക് കരുത്തായി ദാ ഒരു പറ്റം ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് വിളിച്ചോതുന്ന ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ റിനിയെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം, ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റിനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാട്ടോ. എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം CPM വലിയൊരു കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ പെൺപ്രതിരോധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നടി റിനി ആൻ ജോർജ് CPMൻ്റെ വേദിയിലെത്തുന്നു. CPM നേതാക്കൾ റിനിയെ സ്വാഗതം ചെയ്യുന്നു. ഒരു പെൺപ്രതിരോധ സംഗമത്തിനപ്പുറം കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ സന്ദേശം കൂടി ഇവിടെയുണ്ട്. റിനിയെ CPMലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അതിന് പിന്നിൽ എന്തായിരിക്കാം അടുത്ത നടപടി? റിനി അങ്ങനെ ആ CPM നേതാക്കളുടെ ക്ഷണം സ്വീകരിച്ച് പാർട്ടിക്കൊപ്പം അണിചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ശക്തമായി രംഗത്ത് വരാനുള്ള സാധ്യത കൂടി കാണുന്നു അതിന് പിന്നിൽ. ഏറ്റവും നിലവിൽ റിനി ഇത്തരം ഈ സ്വാഗതത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നതാണ്. അവരെ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെടുമ്പോഴും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറയുവാനുള്ള പലരും അന്വേഷിക്കുന്നു. പക്ഷേ അതിനൊരു മറുവാക്ക് പറയേണ്ട സമയമായോ അത്തരം കാര്യങ്ങളിൽ അവർ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിനോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഇനി ഇതിൻ്റെ പേരിൽ താനൊരു സൈബർ അറ്റാക്ക് നേരിടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കാണുകയാണ്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ആ ഒരു കൂട്ടായ്മ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്ന അതിനപ്പുറത്തേക്ക് അതൊരു പ്രതിഷേധത്തിൻ്റെ ഒരു ആൾക്കൂട്ടമായിരുന്നുവെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിനൊരു രാഷ്ട്രീയ മാനങ്ങൾ കൂടി കൈവരുന്നുണ്ട്. പ്രത്യേകിച്ച് റിനി ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ പോലും അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതിൽ ഒന്നുകൂടി ശക്തമായിട്ട് അവരത് പറയുന്നുണ്ട്. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേരെടുത്ത് പറഞ്ഞില്ല, ഒരാളുടെയും പേര് ഉപയോഗിച്ചില്ല. അത് ആ പ്രസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസം കൊണ്ടായിരുന്നുവെന്നും ഇങ്ങനെ യുവ നേതാക്കൾ ഈ രീതിയിൽ മോശമായിട്ട് ആരോട് പെരുമാറരുത് എന്നൊരു സന്ദേശമാണ് താൻ പകരാൻ ശ്രമിച്ചത്. പക്ഷെ അതിന് തനിക്ക് കിട്ടിയ മറുപടി വളരെ കടുത്തതായിരുന്നു. വളരെ ശക്തമായ രീതിയിൽ സൈബർ അറ്റാക്കാണ് തനിക്കെതിരെ ഉണ്ടായത്. ഇതെല്ലാമാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്തത്. പക്ഷേ അവരത് ആ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനൊരു മറ്റൊരു മാനമുണ്ട്. കാരണം ഇത് CPMവുമായി ചേർന്നുള്ളൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടത്തിയതെന്ന് കോൺഗ്രസിലെ തന്നെ ഒരു ഭാഗം വളരെ ശക്തമായി സൈബർ ഇടങ്ങളിൽ പറയുന്ന ഒരു സമയവും തുടക്കത്തിലുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അത് ശരിവയ്ക്കുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ ആ ആക്ഷേപങ്ങൾ മാറിയേക്കാം. അതുകൊണ്ടാണ് ഈ പൊതുവിടത്തേക്കെല്ലാം തന്നെ വന്നത്. ഇപ്പോൾ പറഞ്ഞത് എന്തായി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. എന്തായാലും അതിനെല്ലാം നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് റിനി ഇപ്പോൾ ഈ CPM വേദിയിലേക്ക് വരികയും CPM നേതാക്കൾ കെ ശൈലജ ഉൾപ്പെടുന്ന നേതാക്കൾ ആ വേദിയിലുണ്ട്. അവർ റിനിയെ ഷൈൻ സ്വാഗതം ചെയ്യുന്നു. CPM ഇവിടേക്ക് കടന്നു വരാം, ഇതുപോലെ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് നിങ്ങൾക്ക് കടന്നു വരാമെന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തു. ഏതായാലും അതിന് ഒരു കൈകൊടുത്തുകൊണ്ടുള്ളൊരു മറുപടിയിലേക്ക് റിനി തൽക്കാലം എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും എന്തായാലും സമീപഭാവിയിൽ അത്തരം പ്രതികരണങ്ങൾ പലരും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് ഒരുപക്ഷെ പറഞ്ഞാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല. തീർച്ചയായും ഡാനി, എന്തായാലും ഇതൊരു മാതൃകാപരമായ സമീപനം തന്നെയാണ്. സാധാരണ ഇത്തരം വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നവർ പിന്നീട് സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ റിനിയെ പോലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെതിരെ പരസ്യമായി പ്രതികരണം നടത്തി, പരസ്യമായ വെളിപ്പെടുത്തൽ നടത്തി രംഗത്ത് വന്ന ഈ റിനിയെ പോലുള്ള യുവതികളെ ചേർത്ത് നിർത്തണം. പക്ഷെ അതോടൊപ്പം തന്നെ മറുവശത്ത് ഇതുപോലെ സൈബർ ആക്രമണത്തിന് ഇരകളാകപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ച് CPMൻ്റെ സൈബർ വിഭാഗത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ പല സ്ത്രീകൾക്ക് നേരെയും ഉണ്ടായത്. അത് ഗോപാലകൃഷ്ണൻ്റെ
ഭാര്യ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ജിൻഡോ ജോണിൻ്റെ കുടുംബത്തെ പോലും വലിച്ചിഴക്കുന്ന സാഹചര്യമുണ്ടായി. അവർക്കൊക്കെ ഈ പെൺപ്രതിരോധ സംഗമം എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഈ നീതി, സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനം പാടില്ലല്ലോ. എല്ലാ സ്ത്രീകൾക്കും സമാനമായ രീതിയിൽ നീതി ഉറപ്പാക്കേണ്ടതല്ലേ? മറ്റ് ഈ കേസുകളിൽ, അതായത് CPM സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ നൽകിയിട്ടുള്ള പരാതികളിൽ എന്ത് നടപടിയാണ് ഇതുവരെയും പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്? ചോദ്യം കൂടി ഉണ്ടല്ലോ ഡാനി. ഈ പരാതിയിൽ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഈ കേസിലാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ നിന്ന് തന്നെ അതിൽ നിശ്ചിതമായ വിമർശനം ഏറ്റുവാങ്ങുകയും ജാമ്യം അനുവദിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. മറ്റ് നടപടികൾ പോലീസ് ഈ കേസിൽ ഫേസ്ബുക്ക് അതിൽ മെറ്റയോട്, അതിൻ്റെ ഉടമസ്ഥക്കാരോട് മെറ്റയോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നു. ആരൊക്കെയാണ് ഈ കേസിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ അടക്കമുള്ള വിശദാംശങ്ങൾ ആരായുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ അന്വേഷണത്തിൻ്റെ ഒരു നടപടികളുമായിട്ട് എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിലൊന്ന്, ഈ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവർ എല്ലായിടങ്ങളിലും, രാഷ്ട്രീയ പാർട്ടികൾ എല്ലായിടങ്ങളിലും തന്നെയും ഈ സൈബർ ആക്രമണം അതൊരു പതിവ് ശൈലിയായി മാറുകയാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും എല്ലായിടങ്ങളിലും എല്ലാം തന്നെ ഈ സൈബർ വിഭാഗങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെയാണ്. കാരണം അവരുടെ എതിരാളികളെ നേരിടുമ്പോൾ അതിൽ സ്ത്രീകളാണെങ്കിൽ വളരെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ചും തന്നെ പലപ്പോഴും അത് മാറാറുണ്ട്. എല്ലായിടത്തും ഇരകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, എല്ലായിടങ്ങളിലും ഇരകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിൽ ഓരോ പാർട്ടിയും അവരവർ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സംരക്ഷണ കവചം ഒരുക്കുന്ന രീതിയിലേക്ക് മാത്രമാണ് പോകുന്നത്. അങ്ങനെ ഒരു പൊതു ഇടം എന്ന രീതിയിലേക്ക് ഒരു പാർട്ടിയിലുള്ളവരും മറ്റുള്ള പാർട്ടിയിലുള്ളവർ ചേർത്ത് വയ്ക്കുന്ന ഒരു ശീലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ആക്രമണം നടക്കുമ്പോൾ എല്ലാവർക്കും എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ഈ പരിതപിക്കലും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. ഇന്നലെ അതിൽ നിന്ന് വ്യത്യസ്തമായത് ഈ CPM വേദിയിലേക്ക് ഇവർ വന്നു എന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു പശ്ചാത്തലമുള്ള ഒരാൾ എന്ന രീതിയിലാണ് റിനിയെ കാണുന്നത്. അവർ അവിടേക്ക് കടന്നു വന്നു എന്നതാണ്. അല്ലെങ്കിൽ CPM നേതാക്കൾ അവരെ ക്ഷണിച്ചിട്ടുണ്ടാവണം ഉറപ്പായും തന്നെ. കാരണം അതിനു മുൻപ് KJ ഷൈനുമായി അവർ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ അവർ പങ്കിടുകയുണ്ടായിരുന്നു. അത് തന്നെ പോലെ തന്നെ സൈബർ ആക്രമണം നേരിട്ട ഒരാൾക്ക് സാന്ത്വനം പകരുന്ന രീതിയിലേക്ക് അവർ പുറത്തേക്ക് വന്നു എന്നതാണ്. ഇതിൽ ഈ ആക്രമണം നേരിടുമ്പോൾ ഒളിഞ്ഞു പോകാതെ അതിനെ നേരിട്ട് കൊണ്ട് പുറത്തേക്ക് വന്നതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകുന്ന ചില മാതൃകകളെങ്കിലുമുണ്ട്. അതിൽപ്പെടുന്നു ഈ റിനിയും എല്ലാം തന്നെയും. അപ്പോൾ ഇതേപോലെ പുറത്തേക്ക് വരാൻ തയ്യാറാകുക എന്നൊരു സന്ദേശമാണ് താൻ പകർന്നത് എന്നതാണ് റിനി പറയുന്നത്. അതിൽ CPMൻ്റെ വേദി എന്ന രീതിയിലേക്ക് കണ്ടുകൊണ്ടല്ല, ഇങ്ങനെയൊരു വേദിയിൽ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിലേക്കാണ് താനത് കണ്ടത് എന്നത് പറയുന്നു. ഏതായാലും അതൊരു ആ ഒരു പാർട്ടിയിലേക്കുള്ളൊരു ക്ഷണപത്രവും കൂടിയായി റിനിക്കത് മാറി എന്നതാണ്. അതിനോട് അവർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നത് ഒരുപക്ഷെ ഇനിയുള്ള ഒരു രാഷ്ട്രീയ കൗതുകമായി മാറിയേക്കാം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സഹകരണ ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് ആലപ്പുഴയിൽ 30-കാരൻ ജീവനൊടുക്കി. ആലപ്പുഴ കണിച്ചുകുളങ്ങര സ്വദേശി വൈശാഖ് മോഹനാണ് മരിച്ചത്. കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്കിൽ തിങ്കളാഴ്ച നടത്തിയ അദാലത്തിൽ വായ്പാ തിരിച്ചടവിന് സാവകാശം അനുവദിക്കാത്തതോടെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അത് തീർത്തും ശരി തന്നെയാണ്. ജീവനക്കാരുടെ ഒരു സഹകരണം, അവിടുത്തെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വായ്പക്കാരനുമായിട്ടൊക്കെയുള്ള ഒരു സഹകരണത്തിൻ്റെ ഒരു മോശമായ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. കാര്യം പിന്നെ 2015 ഈ വായ്പ എടുത്തത്. ആ വായ്പ ഈ പറയുന്ന പേരൊക്കെ പിന്നെ മുത്തച്ഛനെടുത്ത. അപ്പോൾ അതിൻ്റെ അവകാശികൾ ശരിക്കും ഓമനയും ആനന്ദവല്ലി അമ്പി, ഇവർ 3 മക്കളാണ്. 3 പേർക്കാണ് അവകാശം. ആ രാഘവൻ്റെ മരണത്തിന് ശേഷം ആ വായ്പ തിരിച്ചടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അദാലത്ത് വെച്ചിരുന്നു, സൊസൈറ്റി ഹിയറിങ്ങിന് വെച്ച്. അത് കോടതിയിൽ പോയതിൻ്റെ പേരിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. പക്ഷേ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമം പരാജയപ്പെടുകയായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ മൊഴി എടുത്ത് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ, ആ അമ്മയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് FIR നമ്പരൊക്കെ ഇട്ടിട്ടുണ്ട്. FIRൻ്റെ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് അതിൻ്റെ ഈ കുടുംബമായിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ടുള്ള നിയമപരമായിട്ട് ഇവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ, സ്വന്തം മകൻ നഷ്ടപ്പെടുമ്പോൾ ഒരു അമ്മക്ക് വരുന്ന വികാരം എന്താണെന്നുള്ള നമുക്ക് അറിയാമല്ലോ. അപ്പോൾ തിരിച്ച് ഇനി ഭാവിയിൽ ആ അമ്മയെ സംരക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു മകൻ നഷ്ടപ്പെട്ടിരിക്കുക.
അപ്പോൾ ഈ പറയുന്ന കുടുംബത്തെ ഇനി ഒരു അത്താണിയായിട്ട് വരുമാന മാർഗം നഷ്ടപ്പെട്ട ഈ നിലയിൽ ഇത് ഗവൺമെൻറ്റിന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഇതിന് ഉചിതമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന സൊസൈറ്റിയും ഭരണസമിതിയും എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പറഞ്ഞത് ജപ്തി നടപടിയുടെ ഭാഗമായി താമസക്കാരെ വീടുകളിൽ നിന്നും ഇറക്കി വിടരുതെന്ന്. പ്രത്യേകിച്ചും ബാങ്കുകൾ ഒരു വെറും പണമിടപാട് സ്ഥാപനമായി മാത്രം മാറരുതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. വായ്പാ തിരിച്ചടവിനുള്ള സാവകാശം പോലും ലഭിക്കാത്തതിൻ്റെ പേരിൽ ഒരു യുവാവ് ജീവനൊടുക്കുന്ന സാഹചര്യം. എന്താണ് സംഭവിച്ചത്? ടോമ, കഴിഞ്ഞ 27-നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അദാലത്ത്, അതായത് കണിച്ചുകുളങ്ങര സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അദാലത്ത് നടക്കുന്നത്. 27-നുള്ള അദാലത്തിൽ അവിടെ ഈ ആത്മഹത്യ ചെയ്ത വ്യക്തി ഉണ്ടായിരുന്നു. 30-കാരനായ വൈശാഖ് മോഹനാണ് ആത്മഹത്യ ചെയ്തത്. വൈശാഖും അമ്മ ഓമനയും 27-ന് ചേർന്ന അദാലത്തിൽ ചെന്നിരുന്നു. ആദ്യം അമ്മയാണ് ചെന്നത്, പിന്നീട് മകനെ കൂടി കൊണ്ടുവരണമെന്ന നിർദ്ദേശം ബാങ്ക് അധികൃതർ വെച്ചു. അങ്ങനെ അമ്മയും മകനും കൂടി ചെന്ന ഘട്ടത്തിൽ 3,92,000 രൂപ തിരിച്ചടവ് നടത്തണം എന്നുള്ള നിർബന്ധം അവർ മുന്നോട്ട് വെച്ചു. മാത്രമല്ല പണം ഇനി അതിനകത്ത്, അതായത് 10 വർഷത്തിന് മേലായി വായ്പ എടുത്തിട്ട് 1.5 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഈ 1.5 ലക്ഷം രൂപ വായ്പ 10 വർഷം സാവകാശം നൽകിയിട്ടും തിരിച്ചടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു സാവകാശം തരുന്നതിൽ കാര്യമില്ല എന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയത്. തുടർന്ന് ജപ്തി അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഓമനയോട് പറയുന്നു. ഓമനയ്ക്ക് തിരിച്ചടക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഉള്ള ആളല്ലാത്തത് കൊണ്ട് തന്നെ മകനുമായി എത്താനുള്ള നിർദ്ദേശം നൽകുന്നു. അങ്ങനെയാണ് വൈശാഖ് മോഹനുമായി അമ്മ ബാങ്കിലേക്ക് എത്തുന്നത്. ബാങ്കിലെത്തിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സഹകരണ ബാങ്ക് അധികൃതർ പറയുന്നു. ജപ്തി അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കയർ തൊഴിലാളിയായിരുന്നു ഈ വൈശാഖ് മോഹൻ. പിന്നീട് ഈ വായ്പ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചടക്കുന്നതിന് വേണ്ടിയാണ് ഒരു സ്റ്റുഡിയോയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ആ ജോലിയിൽ തുടങ്ങി കുറച്ച് നാളെ ആകുന്നുള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ ഈ വായ്പാ പ്രശ്നങ്ങൾ അതിരൂക്ഷമാവുകയും തുടർന്ന് ഈ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ സഹകരണ ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? ഈ കുടുംബം ഉന്നയിച്ചതുപോലെ ഈ സാവകാശം, വായ്പാ തിരിച്ചടവിനുള്ള സാവകാശം എന്തുകൊണ്ടാണ് ബാങ്ക് അധികൃതർ നൽകാതിരുന്നത്? അവർ പറയുന്നത് 10 വർഷക്കാലമായിട്ട് ഇതിനകത്തൊരു തിരിച്ചടവ് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. 1.5 ലക്ഷം രൂപ 10 വർഷമായിട്ട് ഇവർക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ സാധാരണ നടപടിക്രമങ്ങളുമായി മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ആണ് ഈ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ, ഈ 3,92,000 രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് അവർ പോകും, വീട് വിടേണ്ടി വരും എന്നൊരു സാഹചര്യത്തിലേക്ക് അവർ അറിയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പോലീസും അതാണ് വ്യക്തമാക്കുന്നത്. 10 വർഷക്കാലം സാവകാശം നൽകിയിട്ടുണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. പക്ഷേ ഈ 30 വയസ്സുകാരൻ അയാൾ ഈ സംഭവം, അതായത് ഇത്തരത്തിലൊരു ജപ്തി നടപടി ഉടൻ ഉണ്ടാകും എന്നുള്ള ഒരു മനോവിഷമത്തിൽ കൂടിയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അമ്മയുമായി ഇവർ ഒരുമിച്ച് ബാങ്കിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ അമ്മയോട് കടയിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ കടയിലേക്ക് പോവുകയും വൈശാഖ് നേരെ വീട്ടിലേക്ക് വരികയുമായിരുന്നു. വീട്ടിലെത്തി അമ്മ വീട്ടിലെത്തുന്ന സമയം കൊണ്ട് തൂങ്ങി മരിച്ച നിലയിൽ വൈശാഖിനെ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ജപ്തി ഭീഷണിയെ തുടർന്നാണ് ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് ബാങ്ക് അധികൃതർ പറയുന്നത് ബാങ്കിന് 10 വർഷക്കാലം സാവകാശം ബാങ്ക് നൽകി എന്നുള്ളത് അവരും വ്യക്തമാക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, ഇങ്ങനൊരു മരണം ഉണ്ടായതിനു ശേഷം ഈ ബാങ്ക് അധികൃതർ ഈ കുടുംബത്തെ ഒന്ന് ബന്ധപ്പെടുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് വലിയൊരു പ്രതിഷേധം അവിടെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ബാങ്ക് അധികൃതർ നമ്മൾ കുടുംബവുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ബാങ്ക് അധികൃതർ ആ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് മാരാരിക്കുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട്. നിലവിൽ ബാങ്ക് അധികൃതരെയോ മറ്റാളുകളെയോ പ്രതി ചേർത്തിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് ആണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഈ മുത്തശ്ശന്റെ പേരിലുള്ളതായിരുന്നു ഈ സ്ഥലം. മുത്തശ്ശൻ മരണപ്പെട്ടതോടുകൂടിയാണ് ഈ തിരിച്ചടവിന്റെ ബാധ്യത, അതായത് ഈ ആത്മഹത്യ ചെയ്ത ആളുടെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഈ വായ്പ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശൻ
മരണപ്പെട്ടതോടുകൂടി ആ പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നത് ഈ വൈശാഖിൻ്റെ അമ്മയും ഓമനയും ഒപ്പം തന്നെ വൈശാഖുമാണ്. പക്ഷേ അതോടുകൂടി മുത്തച്ഛൻ്റെ മരണത്തോടുകൂടി ബാധ്യത ഇവർക്ക് തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയും ഇവർക്കത് കൃത്യമായി അടക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കാട്ടൂരിൽ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് നൽകി തട്ടിപ്പ്. നറുക്കെടുപ്പിൽ 4ാം സമ്മാനമായ 5000 രൂപ നേടിയ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് നൽകി ഏജന്റിൽ നിന്നും തട്ടിയത് 15000 രൂപയാണ്. ലോട്ടറി ഏജന്റ് നെല്ലിപ്പറമ്പിൽ തേജസ്സിനാണ് പണം നഷ്ടമായത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, പല രീതിയിലുള്ള ഈ ലോട്ടറി തട്ടിപ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ലോട്ടറിയുടെ ഭാഗ്യക്കുറി 4ാം സമ്മാനമായ 5000 രൂപ നേടിയ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് നൽകി ഏജന്റിൽ നിന്നും പണം തട്ടിയെടുക്കുന്നു. ഈ തട്ടിപ്പ് നടത്തിയ ആളെക്കുറിച്ച് സൂചനയുണ്ടോ? നിലവിൽ തട്ടിപ്പ് നടത്തിയത് ആരാണ് എന്ന് മനസ്സിലായിട്ടില്ല. തേജസ് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 21-ാം തീയതി നറുക്കെടുത്ത സമൃദ്ധി ലോട്ടറിയുടെ കളർ കോപ്പിയാണ് നൽകിയിട്ടുള്ളത്. 3 ലോട്ടറികൾ നൽകിയ ശേഷം 15000 രൂപയാണ് ഏജന്റിൽ നിന്നും തട്ടിച്ചത്. അത് QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ ഈ നമ്പറിലുള്ള ലോട്ടറി പ്രൈസ് ലഭിച്ചതായിട്ട് കണ്ടതിനെ തുടർന്നാണ് തേജസ് കമ്മീഷൻ കഴിച്ചുള്ള തുക ആ യുവാവിന് നൽകിയത്. അതേസമയം ഇത് ലോട്ടറി വീണ്ടും ട്രഷറിയിൽ അത് സബ്മിറ്റ് ചെയ്തപ്പോഴാണ് ആലപ്പുഴയിൽ 23-ാം തീയതി ആ ലോട്ടറി സബ്മിറ്റ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തട്ടിപ്പാണ് നടന്നത്. ഇത്തരത്തിൽ അതായത് ഒരു ഏജന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അതിൻ്റെ കമ്മീഷൻ കഴിച്ചുള്ള തുകയെന്ന് അത് തന്നെ ചെറിയ തുകയാണ്. അത് ഉൾപ്പെടെയുള്ള സമ്മാനത്തുക ഉൾപ്പെടെയുള്ള തുകയുമായാണ് ഈ ചെറുപ്പക്കാരൻ മുങ്ങിയത്, യുവാവ് മുങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അതായത് അവസാനത്തെ 4 അക്കം വരുന്ന 3 ലോട്ടറികളാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമ്മാനത്തിന് 4ാം സമ്മാനമാണ് ഈ 5000 രൂപ എന്ന് പറയുന്നത്. അങ്ങനത്തെ 3 ലോട്ടറി നൽകിയ 15000 രൂപയാണ് ഏജന്റ് തേജസിൽ നിന്നും തട്ടിയെടുത്തത്. കാട്ടൂർ സ്വദേശിയാണ്, തൃശ്ശൂർ കാട്ടൂർ സ്വദേശിയാണ് അദ്ദേഹത്തിൽ നിന്നും തട്ടിയെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തേജസ് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള തുടരന്വേഷണം ഉണ്ടാവുകയും യുവാവിനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഈ 21-ാം തീയതി നറുക്കെടുത്ത സമൃദ്ധി ലോട്ടറിയുടെ കോപ്പിയാണ്, കളർ കോപ്പിയാണ് നൽകി തട്ടിപ്പ് നടത്തിയത്. 23-ാം തീയതിയാണ് ആലപ്പുഴയിൽ നിന്നും ഇതിപ്പോൾ 3 ടിക്കറ്റ് നൽകി യുവാവ് പണം തട്ടിയെടുക്കുന്നു. സമാനമായ രീതിയിൽ കൂടുതൽ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ മറ്റ് ഏജൻസികൾക്ക് നൽകിയാൽ പണം തട്ടിയതായി കൂടി സംശയിക്കണോ? അത്തരം ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ? ആരെങ്കിലും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? നിലവിൽ അത്തരം പരാതികളൊന്നും വന്നതായി കാണുന്നില്ല ടോം, അറിയുന്നില്ല. പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഏജന്റിന് പോലും, അതായത് QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായി ലോട്ടറിയുടെ ഫീച്ചേഴ്സുകളെല്ലാം കൃത്യമായി കാണുന്നു എന്നുള്ളത് തട്ടിപ്പ് എത്ര തീവ്രമാണ് അല്ലെങ്കിൽ എത്രത്തോളം കണ്ണിൽ പൊടിയിട്ടിട്ടാണ് ആ തട്ടിപ്പ് നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ ഏജന്റുമാർ സാധാരണ ഇത്തരം ലോട്ടറി വരുമ്പോൾ അതിന് QR കോഡ് സ്കാൻ ചെയ്ത് നോക്കുകയും അതുമായിട്ട് മാച്ച് ആണെങ്കിലാണ് ഈ ലോട്ടറി സ്വീകരിക്കുകയും അതിൻ്റെ പണം, അതായത് ചെറിയ തുകയുള്ള പണമൊക്കെ ഇത്തരത്തിൽ 5000 രൂപ 10000 രൂപയ്ക്ക് അവർ കയ്യിൽ നിന്ന് കൊടുത്ത ശേഷം ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പണം കൈപ്പറ്റുകയാണ് ചെയ്യാറ്. അത്തരത്തിൽ കമ്മീഷൻ എടുത്തിലുള്ള പണം കഴിച്ച ശേഷം ഈ തേജസ് യുവാവിന് ലോട്ടറിയുടെ തുക നൽകുകയായിരുന്നു. അങ്ങനെ 15000 രൂപയോളം തട്ടിച്ചുവെന്നാണ് തേജസ് അറിയിക്കുന്നത്. അതായത് 3 ലോട്ടറിയുടെ കമ്മീഷൻ കഴിച്ചുള്ള തുകയാണ് തേജസ് നൽകിയത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ടോം സൂചിപ്പിച്ചതുപോലെ ഇതൊരു വലിയ ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വ്യാപകമായിട്ടുള്ളൊരു തട്ടിപ്പ് ഇതിന്റെ മറവിൽ, ഇതിന്റെ പേരിൽ നടന്നിട്ടുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.